കാർഷിക സംസ്കൃതിയുടെ നേർക്കാഴ്ചയുമായി നീലേശ്വരം പാലായി ഗ്രാമത്തിന്റെ വിഷുദിനത്തിലെ പോതുകൊള്ളൽ ചടങ്ങ്. മേടപ്പുലരിയിൽ വിഷുക്കണി കണ്ട് പാടത്തെത്തി വിത്ത് വിതയ്ക്കുന്നതാണ് പോതുകൊള്ളൽ ചടങ്ങ്. ലോകോത്തര ബ്രാൻഡായ ഗോദ്രേജിന്റെ ഇന്റീരിയോ, കബോർഡ്, അലമാരകൾ, ലോക്കറുകൾ എന്നിവയുടെ വിൽപ്പനയിലും വിൽപ്പനാനന്തര സേവനത്തിലും എക്കാലത്തും മികച്ചുനിന്ന 120 വർഷങ്ങളുടെ പാരമ്പര്യം. ഗോദ്രേജ് കമ്മീഷൻ ആൻഡ് ജനറൽ ഏജൻസി, NH66, ആണങ്കൂർ, കാസർഗോഡ്. കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരത്തിനടുത്തുള്ള പാലായി ഗ്രാമത്തിലെ കാർഷിക സംസ്കൃതിയുടെയും തറവാട്ട് പാരമ്പര്യത്തിന്റെയും ഭാഗമായ ഒരു ആചാരമാണ് പോതുകൊള്ളൽ. വിഷുനാളിൽ കണി കണ്ട് വയലിലേക്കിറങ്ങി വിത്ത് വിതയ്ക്കുന്നതാണ് ചടങ്ങ്. തറവാട്ടിലെ ആളുകൾ അതിരാവിലെ എഴുന്നേറ്റ് വിഷുക്കണി കണ്ട് വയലിൽ വിത്ത് വിതച്ച് കൃഷി ആരംഭിക്കുന്നു. കാർഷിക സംസ്കൃതി അന്യം നിന്നു പോയതായി വ്യാകുലപ്പെടുന്ന ഇന്നത്തെ തലമുറയിലടക്കം മുടങ്ങാതെ പാടത്തെത്തി വിത്ത് വിതയ്ക്കുന്ന കാഴ്ച കണ്ണിനെയും മനസ്സിനെയും കുളിരണിയിക്കുന്നതാണ്. മുതിർന്ന കാരണവർ മുതൽ കൊച്ചുകുട്ടികൾ വരെയുണ്ട് പോതുകൊള്ളലിൽ വിത്ത് വിതയ്ക്കാൻ. ഏകദേശം 10 ഏക്കറോളം വരുന്ന ഭൂമിയിൽ വിഷുദിനം മുതൽ കൃഷി ആരംഭിക്കുകയാണ്. വർഷങ്ങളായി കൈമാറി വരുന്ന ആചാരത്തിന്റെ ഭാഗമായതിനാൽ കൃഷിയെ തറവാട്ടുകാർ ഭക്തിയോടെയും ആദരവോടെയുമാണ് സമീപിക്കുന്നത്. പണ്ടുകാലങ്ങളിൽ വയലിലെ ജോലിക്കായി ഒരുപാട് പേർ എത്തുമായിരുന്നു. എന്നാൽ ഇന്നത് കുറഞ്ഞതോടെ യന്ത്രങ്ങളാണ് കൃഷിയുടെ ഓരോ ഘട്ടങ്ങളിലും ഉപയോഗിക്കുന്നത്. എങ്കിലും കൃഷി ഇവർ മുടക്കാറില്ല. നീലേശ്വരം പ്രദേശത്തെ പഴമയും വിശ്വാസവും നിലനിർത്തുന്ന ആചാരമായതിനാൽ പാലായി ഗ്രാമത്തിന്റെ കാർഷിക ഉണർവിനെയും പാരമ്പര്യത്തെയും ഇത് അടയാളപ്പെടുത്തി പോരുന്നു. പാലാക്കുഴുവൽ ഭഗവതി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പൂരംകുളി എഴുന്നള്ളത്തും ഈ ഗ്രാമത്തിന്റെ തനിമ വിളിച്ചോതുന്നതാണ്. ന്യൂസ് 14 ലൈവ്, കാസർഗോഡ്.